ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഡൈനാമൈറ്റ് ഷ്രിമ്പ്. ഇത് ഭയങ്കര ടേസ്റ്റി, എല്ലാവർക്കും വയൽ വെള്ളം വരുന്ന ജ്യൂസി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പ്രോൺസ് അല്ലെങ്കിൽ ഷ്രിമ്പ് അത് നമ്മളിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 7 എടുത്തിട്ടുണ്ട്. പിന്നെ സോയ സോസ് 1 ടേബിൾ സ്പൂൺ, മുട്ട, ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ, മൈദ, കോൺഫ്ലോർ നമ്മളിവിടെ ഹാഫ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ പ്രോൺസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാം. മയോണൈസ് 2 ടേബിൾ സ്പൂൺ, കെച്ചപ്പ് ടൊമാറ്റോ സോസ് നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഗാർലിക് പൗഡർ, സോയ സോസ്, മുട്ട. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം, നല്ല മിക്സായി കിട്ടണം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കണം. ഇനി അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 10 to 20 മിനിറ്റ്സ് നമുക്കിതിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അത് സോക്ക് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ മേലുള്ള കോട്ടിങ്ങിലേക്കുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമ്മൾ മൈദ, കോൺഫ്ലവർ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഉപ്പ് അതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ പ്രോൺസ് സോക്ക് ചെയ്ത് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അത് നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ എക്സസ് ബാക്കി വരുന്ന പൊടികളെല്ലാം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അതുപോലെ എല്ലാ പ്രോൺസും ചെയ്തെടുക്കാം. നമ്മൾ പ്രോൺസൊക്കെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ എടുത്ത് വെക്കുന്നുണ്ട്. പാൻ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡ് ഒരു 2 മിനിറ്റ്സ് നമുക്ക് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് എല്ലാം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതൊന്നും ഇല്ലാത്തവർക്കാണ് നമ്മൾ കെച്ചപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സോസ്. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് പ്രോൺസിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളുടെ ഡൈനാമിക് ഷ്രിമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ 3000-ലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.